നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റ് രണ്ടാം ക്യാബിനറ്റിലും സുപ്രധാന തീരുമാനങ്ങളാണ് നമ്മൾ കണ്ടത്. സിൽവർ ലൈൻ പദ്ധതി പിഴുത് എറിഞ്ഞിരിക്കുന്നു. പദ്ധതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് എത്തുന്നത് വിവാദവും പോലീസ് നടപടിയും സമരവും ഒക്കെയാണ്. കേരളത്തിന് നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായ പദ്ധതി UDF സർക്കാർ റദ്ദാക്കി. വലിയ ആഹ്ലാദ പ്രകടനം കഴിഞ്ഞ ദിവസം കണ്ടു. ഒപ്പം മന്ത്രിമാരുടെ വകുപ്പുകൾ ഒക്കെയായി ഇന്നിപ്പോൾ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. മറ്റു വാർത്തകളും വിശേഷങ്ങളും ഒക്കെ വിശദമായി അറിയാം. ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കി വരാം. 16-ാം നിയമസഭയിലെ MLA-മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോടൈം സ്പീക്കർ G. സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് അക്ഷരമാലാക്രമത്തിൽ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. CPM കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ മുതൽ ഡൽഹിയിൽ. തിരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരുന്ന യോഗം ലഹരിക്കെതിരായ പ്രത്യേക കർമ്മ പദ്ധതി ചർച്ച ചെയ്യും. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ചതിനെതിരെ കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ കുടുംബം പരോൾ റദ്ദാക്കണമെന്നും പ്രതികളെ അതീവ സുരക്ഷാ മേഖലയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാണും. കേന്ദ്ര മന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗം ഇന്ന്. രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് എല്ലാ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരോടും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരോടും സംസ്ഥാന ചുമതലയുള്ള മന്ത്രിമാരോടും തലസ്ഥാനത്ത് തുടരാൻ നിർദ്ദേശം. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച ചർച്ച ചെയ്യാൻ പാർലമെന്ററി സമിതി ഇന്ന് യോഗം ചേരും. ഇറാനുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചാൽ ചില മോശം കാര്യങ്ങൾ ചെയ്യുമെന്ന് മുന്നറിയിപ്പ്. ഭീഷണിപ്പെടുത്തി കീഴടക്കാനില്ലെന്ന് ഇറാൻ. IPL-ൽ മുംബൈ ഇന്ത്യൻസിന് 9ാം തോൽവി. 4 വിക്കറ്റ് ജയത്തോടെ പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്തി കൊൽക്കത്ത. ഇന്നത്തെ മത്സരം ചെന്നൈയും ഗുജറാത്തും തമ്മിൽ. 16-ാം നിയമസഭയിലെ MLA-മാരുടെ സത്യപ്രതിജ്ഞ ഇന്നാണ്. രാവിലെ 9 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രോടൈം സ്പീക്കർ G. സുധാകരൻ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അക്ഷരമാലാക്രമത്തിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. നാളെ സ്പീക്കർ തെരഞ്ഞെടുപ്പും 29-ന് നയപ്രഖ്യാപന പ്രസംഗവും നടക്കും. വിവരങ്ങളുമായി AB ജോൺ തോമസ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാൻ. AB, അങ്ങനെ മന്ത്രിമാർക്ക് വസതിയായി, വീടായി, വകുപ്പായി ഇന്നിപ്പോൾ MLA-മാരുടെ സത്യപ്രതിജ്ഞയാണ്. രാവിലെ 9 മണിക്ക് ആരംഭിക്കും. മറ്റ് നിയമസഭാ നടപടികൾ, വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, 16-ാമത് നിയമസഭയിൽ MLA-മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കാനിരിക്കുകയാണ്. രാവിലെ 9 മണിയോടുകൂടിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. സ്പീക്കറായിട്ടുള്ള ഈ ചടങ്ങിലുണ്ട് എന്നുള്ളതാണ് സ്വയമായിട്ടുള്ള കാര്യം. സഭ ആരംഭിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ തവണ ഭരണപക്ഷത്തുണ്ടായിരുന്നവർ ഇത്തവണ പ്രതിപക്ഷത്താണ്, പ്രതിപക്ഷത്തിരുന്നവർ ഭരണപക്ഷത്താണ്. ആ ഒരു വലിയ വ്യത്യാസം ഇത്തവണ ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഇന്നത്തെ ഈ ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് തന്നെയാണ്. അതിൽ അക്ഷരമാല ക്രമത്തിലാണ് ഈ ചടങ്ങ് നടക്കുക. ആദ്യം അബ്ദുൽ ഗഫൂറാണ്, ഫിഷറീസ് മന്ത്രിയായിട്ടുള്ള അബ്ദുൽ ഗഫൂറാണ് ആദ്യം സത്യവാചകം ചൊല്ലുന്നത്. അതിനുശേഷം ഏറ്റവും അവസാനമായി സേവ്യർ ആണ് സത്യവാചകം ചൊല്ലുക. ഇതിനിടയിൽ 105-ാമനായി മുഖ്യമന്ത്രി മൂന്നാമത്തെ ആളായി പിണറായി വിജയനും സത്യവാചകം ചൊല്ലും. MLA-ആയി സ്ഥാനമേൽക്കും. എന്തായാലും നിരവധിയായിട്ടുള്ള സംഭവങ്ങൾക്കൊക്കെ തന്നെയും ഇന്നത്തെ ഈ ഒരു ചടങ്ങ്, അത് G. സുധാകരന് മുന്നിൽ പിണറായി വിജയൻ ഇത്തരത്തിൽ സത്യവാചകം ചൊല്ലുന്നു. അതിനുശേഷം സാധാരണഗതിയിൽ അഭിവാദ്യം ചെയ്തിട്ടാണ് പോവുക. അതൊക്കെയും ഇന്നത്തെ വാർത്താ ദൃശ്യങ്ങളിലെ വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇന്നിപ്പോൾ നാളെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. അതിനുശേഷം 29-ാം തീയതി നയപ്രഖ്യാപന പ്രസംഗവും നടക്കും. അശ്വതി, എബി, അതോടൊപ്പം തന്നെ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്താണല്ലോ ഈ യോഗം ചേരുന്നത്. ലഹരിക്കെതിരായ പ്രത്യേക കർമ്മ പദ്ധതി ചർച്ച ചെയ്യുമെന്നതാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം, ആഭ്യന്തരമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്തൊക്കെ
കാര്യങ്ങൾ നേരിടേണ്ടി വന്നാലും ലഹരിക്കെതിരെ ശക്തമായി ഈ സർക്കാർ പോരാടും എന്നതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചത്. തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ് അത്. പോലീസ് സംവിധാനത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടാകുമെന്നുള്ള സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ നേരത്തെ ഒഴിവാക്കിയിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ആ പദവിയൊക്കെ തന്നെയും വീണ്ടും വരാനുള്ള സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെയും വന്നിരുന്നു. ഏതായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി വിളിച്ചിരിക്കുകയാണ്. പോലീസ് ആസ്ഥാനത്താണ് ശനിയാഴ്ച ഈ യോഗം നടക്കുന്നത്. ലഹരി ഒപ്പം തന്നെ അതിക്രമങ്ങൾ തടയുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയായിട്ടുള്ളത്. ഒപ്പം തന്നെ ഹേമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഒരു സുപ്രധാനമായിട്ടുള്ളൊരു വിവരം കൂടിയാണ്. നേരത്തെ കഴിഞ്ഞ തവണ വലിയ രീതിയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച സോളാർ കേസുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ചുമതലക്കാരൻ കൂടിയായിരുന്നു ഹേമചന്ദ്രൻ എന്ന കാര്യവും ഈ ഘട്ടത്തിൽ എടുത്ത് പറയണം. ആ നിലയ്ക്ക് നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ഈ പോലീസ് സംവിധാനത്തിൽ തന്നെ വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഒപ്പം തന്നെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം അത് UDFിൻ്റെ ഒരു നയം എന്ന നിലയ്ക്ക് തന്നെയാണ് ആ ഒരു കാര്യത്തിലേക്ക് എത്തുന്നത് എന്നത്. എന്തായാലും 16-ാം നിയമസഭയിലെ MLA-മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. രാവിലെ 9 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രോടൈം സ്പീക്കർ G. സുധാകരൻ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അക്ഷരമാല ക്രമത്തിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 29-ന് നയപ്രഖ്യാപന പ്രസംഗവും നടക്കും. അതോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശനിയാഴ്ചയാണ് പോലീസ് ആസ്ഥാനത്ത് യോഗം ചേരുന്നത്. ഈ ലഹരിക്കെതിരായ പ്രത്യേക കർമ്മ പദ്ധതിയൊക്കെ ചർച്ച ചെയ്യും. എന്തായാലും ഈ വാർത്തയുടെയൊക്കെ അപ്ഡേഷൻ നമുക്ക് വരും മണിക്കൂറിൽ അറിയാം. തിരുവനന്തപുരത്തു നിന്നും എബിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോയാൽ പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ചതിനെതിരെ കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നു. പരോൾ റദ്ദാക്കണമെന്നും പ്രതികളെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാണും. വിവരങ്ങൾ കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം നൽകും എന്നുള്ളതാണ്. അനൂപ്, ഈ കുടുംബം എന്തായാലും മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ കാണാനിരിക്കുകയാണ്. ഈ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ചത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. വിമർശനങ്ങൾക്കൊക്കെ വഴിവെച്ച ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ശരത് ലാലിന്റെ കുടുംബം ഇപ്പോൾ സർക്കാരിനെ കാണാനിരിക്കുന്നത്. അശ്വതി, കഴിഞ്ഞ ദിവസം തന്നെ ഈ കാര്യം അമൃത വാർത്തകളോട് സൂചിപ്പിച്ചതാണ് സത്യനാരായണൻ. അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനെതിരെ, ഇത്തരം നടപടികൾക്കെതിരെ, പ്രതികൾക്ക് കൂട്ടമായി പരോൾ നൽകുന്ന നടപടിക്കെതിരെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും അതുപോലെ തന്നെ സർക്കാരിന് ഇത് സംബന്ധിച്ച് പരാതിയും നൽകുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ. ഇങ്ങനെ കൂട്ടമായി പ്രതികൾക്ക് പരോൾ നൽകിയത് പ്രദേശത്ത്, കല്യോട്ട് പ്രദേശത്തും പെരിയയിലും സംഘർഷാവസ്ഥ സൃഷ്ടിക്കും, കലാപാന്തരീക്ഷത്തിന് ഇത് വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിൽ ഇത്തവണ നൽകിയ പരോളിന്റെ പ്രത്യേകത, സാധാരണ നിലയിൽ പലതവണ പരാൾ ലഭിച്ചു ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക്. എന്നാൽ അവർ താമസിക്കുന്ന ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കടന്നു വരാനുള്ള അനുമതി അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ ഇതിനുള്ള ഈ ഒരു കാര്യം കൂടി അവർക്ക് സാധിച്ചിരിക്കുകയാണ്. ഇതിനുള്ള അനുവാദം കൂടി ലഭിച്ചിട്ടുണ്ട്. കോടതി മുഖാന്തരമാണ് ഈ കാര്യം എന്നാണ് പറയുന്നത്. അതേസമയം പോലീസ് പറയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവരോട് പരോൾ നൽകുമ്പോൾ ബന്ധപ്പെട്ട ജയിൽ അധികാരികൾ റിപ്പോർട്ട് തേടിയിട്ടില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ആയതിനാൽ തന്നെ ഇനി തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. ഇത്തരത്തിൽ പരോൾ അനുവദിക്കുന്നതിനെതിരെ ആഭ്യന്തരമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകുമെന്ന് ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ പറഞ്ഞിരുന്നു. കൂടാതെ മറ്റൊരു കാര്യം, കോൺഗ്രസ് അടക്കം മുന്നോട്ട് വെക്കുന്നത് കണ്ണൂരിലെ ജയിലുപദേശക സമിതി, P. ജയരാജൻ ഉൾപ്പെടുന്ന ജയിലുപദേശക സമിതി പിരിച്ചുവിടണമെന്ന ആവശ്യം കൂടി ഈ ഒരു കാര്യത്തിൽ പറയുന്നുണ്ട്. 1-ാം പ്രതി പീതാംബരൻ, അതുപോലെ തന്നെ 4-ാം പ്രതി, 5-ാം പ്രതി, 7-ാം പ്രതി, 15-ാം പ്രതി എന്നിവർക്കാണ് ഇപ്പോൾ പരോൾ ലഭിച്ച് അവർ നാട്ടിലെത്തിയിരിക്കുന്നത്. അശ്വതി, അതുതന്നെയാണ് അനൂപാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ചതിനെതിരെ കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. പരോൾ റദ്ദാക്കണമെന്നാണ് പ്രധാന ആവശ്യം. എന്തായാലും മുഖ്യമന്ത്രിയെ, ആഭ്യന്തരമന്ത്രിയൊക്കെ കുടുംബം കാണാൻ ഇരിക്കുകയാണ്. വിവരങ്ങളാണ് അനൂപ് നീലേശ്വരം നൽകിയത്. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്തിൽ പോലീസുകാരുടെ പങ്കാളിത്തം അതീവ ഗൗരവത്തോടെ കണ്ട് ആഭ്യന്തര വകുപ്പ് 2 ആഴ്ചയ്ക്കുള്ളിൽ മയക്കുമരുന്ന് മാഫിയയെ സഹായിച്ച 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് കരിപ്പൂരിൽ സസ്പെൻഷനിലായത്. സംഭവത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്.
വേലി തന്നെ വിളവ് തിന്നുന്ന രീതിയിൽ പോലീസുകാർ ലഹരി മാഫിയയുടെ ഭാഗമാകുന്നുവെന്ന വിവരങ്ങളാണ് കരിപ്പൂരിൽ നിന്ന് പുറത്തുവരുന്നത്. ലഹരിക്കടത്ത് കേസിലെ പ്രതികളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയും ഒത്താശ ചെയ്യുകയും ചെയ്ത കരിപ്പൂർ സ്റ്റേഷനിലെ CPO ഗോവിന്ദരാജിനെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തത്. സ്റ്റേഷനിൽ PRO ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗോവിന്ദരാജ് ലഹരി മാഫിയയുമായി അടുത്ത ബന്ധം പുലർത്തിയെന്ന് കൊണ്ടോട്ടി ASP നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ കരിപ്പൂരിൽ MDMA സൂക്ഷിച്ചതിന് 4 പേരെ പോലീസ് പിടികൂടിയിരുന്നു. ഈ കേസിലെ പ്രതികളെയാണ് ഗോവിന്ദരാജ് സഹായിച്ചതായി സ്പെഷ്യൽ ബ്രാഞ്ചും ASPയും കണ്ടെത്തിയത്. എന്നാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ദിവസങ്ങൾക്കിടെ കരിപ്പൂർ സ്റ്റേഷനിൽ നിന്നുണ്ടാകുന്ന രണ്ടാമത്തെ അച്ചടക്ക നടപടിയാണിത്. കരിപ്പൂർ എയർപോർട്ടിൽ 2 കിലോ MDMAയുമായി പെരിന്തൽമണ്ണ സ്വദേശി പിടിയിലായ സംഭവത്തിൽ ലഹരി സംഘത്തെ സഹായിച്ചതിന് ചേളാരി സ്വദേശിയായ CPO ധനേഷിനെ DRI പിടികൂടിയത് ദിവസങ്ങൾക്ക് മുൻപാണ്. തുടർന്ന് അന്വേഷണ വിധേയമായി ജില്ലാ പോലീസ് മേധാവി ധനേഷിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. നേരത്തെ കരിപ്പൂരിൽ CIയുടെ ഡ്രൈവറായിരുന്ന ധനേഷ് ലഹരി സംഘത്തിന് ഒത്താശ ചെയ്തതായി സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകിയിരുന്നു. സംഭവത്തിൽ ഉന്നതരടക്കം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ഇപ്പം ഞാൻ സസ്പെൻഡ് ചെയ്തേക്കുന്നതും ഇതിന് മുന്നേ എടുത്തൊരു കേസായിരുന്നു. അതിൻ്റെ അകത്തുള്ള 4ാം പ്രതിയായിട്ട് സ്റ്റേഷനിലുള്ള കുറച്ച് ആൾക്കാർക്ക് ഒരു കണ്ണൈവൻസ് ഉണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ പേരിൽ എൻക്വയറി നടത്തി അതിൻ്റെ ബേസിസിലാണ് ആളെ സസ്പെൻഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ വേറെ 2 പേരും ഉണ്ട്. എൻ്റെ ഡിസിപ്ലിൻ അതോറിറ്റി ഞാനല്ലാത്തതുകൊണ്ട് ഞാൻ റിപ്പോർട്ട് അതായത് ഡിസിപ്ലിൻ അതോറിറ്റിക്ക് ഞാൻ അയച്ചിട്ടുണ്ട് അവിടെ നടപടി ഉണ്ടാവാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ വളരെ ഗൗരവമായിട്ടാണ് ഞാൻ പേഴ്സണലി ചെയ്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇനിയും കുറച്ച് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കരിപ്പൂർ സ്റ്റേഷനിലെ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ ഫോൺ രേഖകളും മുൻകാല ചരിത്രവും പരിശോധിക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, മലപ്പുറം. കേന്ദ്ര മന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗം ഇന്ന് ഡൽഹിയിൽ സേവാതീർത്തിൽ ചേരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഉടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ രാജ്യത്തെ സാമ്പത്തിക ഇന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് നിർണായക ചർച്ച നടക്കും. 3ാം മോദി സർക്കാരിന്റെ 2ാം വാർഷികത്തിന് മുൻപായി നടക്കുന്ന യോഗത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയും ചർച്ചയാകും. വിവരങ്ങൾ നൽകാൻ ജിഷ്ണു കൃഷ്ണനുണ്ട് ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, നമുക്കറിയാം ഈ ഇറാൻ യുദ്ധമൊക്കെ തുടങ്ങിയതിനു ശേഷം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയൊക്കെയാണ് രാജ്യം കടന്നു പോകുന്നത്. അത് ഇന്ധന പ്രതിസന്ധിയാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും അല്പം രൂക്ഷമാണ് എന്ന് തന്നെ പറയാം. ഈ ഒരു സാഹചര്യത്തിലാണല്ലോ യോഗം ചേരുക എന്നുള്ളതാണ്. ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ജിഷ്ണു? അശ്വതി, വൈകിട്ട് 4 മണിക്ക് ഡൽഹിയിൽ സേവാതീർത്തിലാണ് കേന്ദ്ര മന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗം ചേരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാര്, സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരോടും സഹമന്ത്രിമാരോടും എല്ലാം തന്നെ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അശ്വതി ചൂണ്ടിക്കാട്ടിയതുപോലെ പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഇന്ധന പ്രതിസന്ധിയുമാണ് ആഗോളതലത്തിൽ നേരിടുന്നത്. അതിന്റെ പ്രതിസന്ധി യുദ്ധം തുടർന്നു പോവുകയാണെങ്കിൽ രാജ്യത്തിനകത്തും ഉണ്ടാകാനുള്ള വലിയ നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിക്കുകയും അതിന് ചില നിയന്ത്രണങ്ങൾ സ്വമേധയാ പൗരന്മാർ ഏർപ്പെടുത്തണം എന്ന നിർദ്ദേശവുമെല്ലാം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ സാമ്പത്തിക ഊർജ മേഖലയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചർച്ചകൾ, ചിലപ്പോൾ നിർണായകമായ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നിലവിൽ 5 വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്ദർശിച്ച ശേഷമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ തിരിച്ച് എത്തുന്നത്. അതിനുശേഷം അടിയന്തരമായാണ് ഇന്ന് വൈകിട്ട് ഇത്തരത്തിലൊരു സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ സാമ്പത്തിക ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട് എടുക്കുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. ഈ ഹോർമൂസ് കടലിടുക്കിന് പുറമെ മറ്റു വഴികളിലൂടെ രാജ്യത്തേക്ക് ഇന്ധനം എത്തിക്കുന്നതിനുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യ നടത്തുകയും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെയും കേന്ദ്ര സർക്കാർ അതീവ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നതിനിടയിലാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. ഇത്തരം പ്രതിസന്ധികൾ നേരിടുന്നതിനും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിതല സമിതിക്കും ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ രൂപം നൽകിയിരുന്നു. ആ സമിതിയുടെ റിപ്പോർട്ടും മന്ത്രിസഭാ യോഗം പരിശോധിക്കും. മറ്റൊരു കാര്യമുള്ളത്, 3ാം മോദി സർക്കാരിന്റെ 2ാം വാർഷികം ജൂൺ 9 ആകുമ്പോഴേക്കും 2ാം വാർഷികം എത്തുകയാണ്. അതിന്റെ ആഘോഷ പരിപാടികൾ ചർച്ചയാകും. കൂടാതെ ഈ ഘട്ടത്തിൽ ഒരു മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ചുള്ള ചർച്ചകൾ കേന്ദ്ര സർക്കാർ തലത്തിലും BJPയുടെ സംഘടനാ തലത്തിലും നടന്നിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഇന്ന് ചേരുന്ന സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. എല്ലാ കേന്ദ്ര മന്ത്രിമാരോടും ഡൽഹിയിൽ തന്നെ തുടരണം, ഡൽഹിയിൽ ഉണ്ടാകണം, മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശവും ഇതിനോടകം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അശ്വതി. ശരി ജിഷ്ണു, കേന്ദ്രമന്ത്രിസഭയുടെ
സമ്പൂർണ്ണ യോഗം ഇന്ന് ഡൽഹിയിൽ സേവാതീർത്തിൽ ചേരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഉടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ രാജ്യത്തെ സാമ്പത്തിക ഇന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് നിർണായക ചർച്ച നടക്കും എന്നതാണ് മനസ്സിലാക്കുന്ന വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും നൽകിയത്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കേരളത്തെ ഏറെ ഞെട്ടിച്ച ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. അതായത് ഈ മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയെന്ന കേസിലെ മുഖ്യപ്രതി സിന്ധുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് ഇവരെ കൊച്ചിയിൽ എത്തിച്ചത്. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. വിവരങ്ങൾ AT അശ്വതി കൊച്ചിയിൽ നിന്നും നൽകും. അശ്വതി, ഈ സൂചിപ്പിച്ച പോലെ തന്നെ കേരളം ഏറെ ഞെട്ടിയ വാർത്തയാണ്. അതിക്രൂരമായാണ് ഈ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് പ്രതിയെ ഹാജരാക്കുന്നുണ്ട് കോടതിയിൽ. പോലീസ് എന്താണ് പറയുന്നത്? മറ്റു വിവരങ്ങൾ. അശ്വതി, ഇന്നലെ വൈകുന്നേരമാണ് ഈ സിന്ധുവിനെ മുംബൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഈ കൊച്ചിയിൽ എത്തിച്ചത്. ഇന്ന് ഇവരെ കോടതിയിൽ ഹാജരാക്കുകയാണ്. ഈ സിന്ധു ആണ് മുഖ്യപ്രതി എന്നതാണ് ഇതിൽ പോലീസിന്റെ ഒരു നിഗമനം. ഈ പെൺകുട്ടികളെ എല്ലാവരെയും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനും വിസ അടക്കമുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിനുമൊക്കെ അതിനൊക്കെ ഒരു മേൽനോട്ടം വഹിച്ചത്, അതൊക്കെ നടത്തിക്കൊടുത്തത് ഈ സിന്ധുവാണ്. ഈ സിന്ധുവാണ് ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇക്കാര്യങ്ങൾ ഇന്ന് പോലീസ് ബോധ്യപ്പെടുത്തും. ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യത കൂടിയുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. നിരവധി പെൺകുട്ടികളെ ഇതുപോലെ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് എത്തിക്കുകയും ഇത്തരത്തിൽ അവരെ പ്രലോഭിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് മോഡലിങ്ങിനും അതുപോലെ തന്നെ ആഡംബര ജീവിതം നയിക്കാനും ഒക്കെ സാധിക്കും, മികച്ച പ്രതിഫലം ഇതൊക്കെ വാഗ്ദാനം ചെയ്താണ് പെൺകുട്ടികളെ ഇവിടെ നിന്നും വിദേശത്തേക്ക് കടത്തിയിരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ പോലീസ് ഇവരെ ചോദ്യം ചെയ്യലിലൂടെ ചോദിച്ചറിയുന്നതായിരിക്കും. എന്തായാലും ഇന്ന് ഇവരെ കോടതിയിൽ ഹാജരാക്കുകയാണ്. മറ്റ് പോലീസിന്റെ സംശയം എന്ന് പറയുന്നത് ഈ പെൺകുട്ടികളെ ഉപയോഗിച്ച് വിദേശത്ത് നിന്നും കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് സ്വർണം കടത്താനായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നൊരു സംശയം കൂടി പോലീസിനുണ്ട്. ഇക്കാര്യത്തിലും വിശദമായ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ 2 പരാതികളാണ് ഇപ്പോൾ വന്നത്. കൂടുതൽ പരാതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അക്കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പരാതിയായിട്ട് നൽകാനുള്ള ഒരു സാഹചര്യം കൂടി പോലീസ് ഒരുക്കുന്നു. എന്തായാലും ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും. കസ്റ്റഡിയിൽ എടുക്കാനുള്ള അപേക്ഷ കൊടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. അശ്വതി. ശരി അശ്വതി, ഏതായാലും മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയ കേസിലെ മുഖ്യപ്രതി സിന്ധുവിനെ ഇന്ന് പോലീസ് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് ഇവരെ കൊച്ചിയിൽ എത്തിച്ചത് എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ പ്രതികളൊക്കെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതൊക്കെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും AT അശ്വതി നൽകിയത്. ഇറാനുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. കരാറിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചാൽ ചില മോശം കാര്യങ്ങൾ ചെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണികൾക്ക് മുൻപിൽ വഴങ്ങില്ല എന്ന ഉറച്ച നിലപാടുമായി ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളെ ഭീഷണിപ്പെടുത്തി കീഴടക്കാമെന്ന് അമേരിക്കയുടെ വെറും മിഥ്യാധാരണ മാത്രമാണെന്നാണ് ഇറാൻ പറയുന്നത്. തങ്ങളുടെ പരമാധികാരത്തെയും അവകാശങ്ങളെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും സൈനിക ഭീഷണികൾക്കും മുൻപിൽ രാജ്യം തലകുനിക്കില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കും. ഇന്നലെ വലിയ പ്രതിഷേധമാണ് ഈ എറണാകുളം മലയംതുരുത്തിൽ നമ്മൾ കണ്ടത്. ഈ കുടിയൊഴിപ്പിക്കൽ രാഷ്ട്രീയ വിഷയമായി ഉയർത്താനാണ് CPMന്റെ ഒരു നീക്കം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. രാജീവ് അടക്കം പങ്കെടുക്കുന്ന പ്രതിഷേധ പരിപാടി ഇന്ന് അവിടെ നടക്കുന്നുണ്ട്. വിവരങ്ങൾ AT അശ്വതിയോട് ചോദിക്കാം. AT അശ്വതി, ഇന്നലെ നമ്മൾ കണ്ടത് വലിയ പ്രതിഷേധമാണ്. ഈ പിണറായി സർക്കാരിൻ്റെ കാലത്തും 15 തവണ ഈ കുടിയൊഴിപ്പിക്കൽ ശ്രമം നടന്നിരുന്നു എന്നുള്ളതാണ്. ഈ സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അനുസരിച്ചാണ് ഇന്നലെ പോലീസൊക്കെ പെരുമാറിയത്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം ഇത് CPM രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പ്രതിഷേധ പരിപാടിയൊക്കെ നടത്തുന്നുണ്ടല്ലോ. അശ്വതി, തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് CPM ഉയർത്തി കാണിക്കാനാണ് ശ്രമിക്കുന്നത്. മാത്രമല്ല ഇന്നലെ ഒരു വീണ് കിട്ടിയ ഒരു സംഭവം എന്നുള്ള രീതിയിലാണ് CPM ഇതിനെ കാണുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മുൻ മന്ത്രി P. രാജീവിന്റെ നേതൃത്വത്തിൽ ഇന്ന് മലയിടംതുരുത്തിൽ 10 മണിക്ക് ഈ പ്രതിഷേധം, പോലീസ് നടപടിക്കെതിരെയുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇതിൽ പോലീസിന്റെ ഒരു ഭാഷ്യം, ഇത് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു, ഇവരെ ഒഴിപ്പിക്കണമെന്നുള്ളൊരു നിർദ്ദേശം. ആ ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഒരു വലിയ പോലീസ് നടപടിയിലേക്ക് കടന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ അഭിഭാഷക കമ്മീഷൻ അടക്കം സ്ഥലത്ത് എത്തിയിരുന്നു. എന്നാൽ ഇത്തരം ഒരു സംഭവം ഇതിനു മുൻപും നിരവധി തവണ 13 തവണയോളം ഇത്തരത്തിൽ മലയിടംതുരുത്തിലെ ആളുകളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി പോലീസ് പോയപ്പോഴും നയപരമായിട്ടാണ് CPM ഇക്കാര്യത്തിൽ, അതായത് ഒരു ചർച്ച ചെയ്ത് അത്തരത്തിലുള്ള വലിയ
പ്രശ്നങ്ങളിലേക്ക് പോകാതെ ചർച്ച ചെയ്തൊക്കെയാണ് ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരുന്നത്, LDF സർക്കാർ പരിഹരിച്ചുകൊണ്ടിരുന്നത് എന്നതാണ് CPMന്റെ ഒരു ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാദം. ഇതിൽ ഇന്നലെ തന്നെ CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് അടക്കം വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രസ്താവനകളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകാനാണ് CPM ശ്രമിക്കുന്നത്. മാത്രമല്ല ഇന്നലെ അവിടെ ഒരാൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഒരു കാര്യം ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ഈ ജലപീരങ്കി അടക്കം കൊണ്ടുവന്നത് എന്നതാണ് പോലീസ് ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നലെ ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടലോടുകൂടിയാണ് ഇക്കാര്യത്തിൽ ഒരു പോലീസ് നടപടി നിർത്തിവെക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയത്. ഇനി എന്താകും ഇതിൽ UDF സർക്കാർ ചെയ്യുന്നത് എന്നതാണ് ഉറ്റുനോക്കുന്നത്. ഇതൊരു ദളിത് കോളനി ആയതുകൊണ്ട് തന്നെ ഇതൊരു ദളിത് വിഷയമായിട്ട് ഉയർത്തിക്കാണിക്കാനാണ് CPM ഇക്കാര്യത്തിൽ ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് കൂടുതൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാവിനെ അടക്കം കൊണ്ടുവരാനുള്ള ഒരു നീക്കവും CPMന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. എന്തായാലും ഈ UDF മന്ത്രിസഭ അധികാരമേറ്റ വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ CPMന് വീണ് കിട്ടിയ ഒരു ആയുധമാണ് തീർച്ചയായും ഈ മലയിടംതുരുത്ത് വിഷയം. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി പരമാവധി പ്രയോജനപ്പെടുത്താനാണ് CPM ശ്രമിക്കുന്നത്. ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് CPM കടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനിടയിൽ ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട ജില്ലാ SP-യോട് റൂറൽ SP-യോട് ഈ കാര്യത്തിൽ എറണാകുളം റേഞ്ച് IG വിശദീകരണം തേടിയിട്ടുണ്ട്. ആ വിശദീകരണം റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വതി. ശരി അശ്വതി, എന്തായാലും മലയംതുരുത്ത് കുടിയൊഴിപ്പിക്കൽ രാഷ്ട്രീയ വിഷയമാക്കുകയാണ് CPM എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പ്രതിഷേധ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. സർക്കാർ ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുക, അല്ലെങ്കിൽ സർക്കാർ ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണും എന്നതാണ് ഇനി അറിയേണ്ടത്. CPM കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ മുതൽ 3 ദിവസം ഡൽഹിയിൽ ചേരുന്നുണ്ട്. കേരളത്തിലെ പരാജയം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. കേരളത്തിലെ കനത്ത പരാജയം സംബന്ധിച്ച് വിശദമായ വിലയിരുത്തൽ നടത്താൻ നേരത്തെ PB സംസ്ഥാന ഘടകത്തോട് നിർദ്ദേശിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും തയ്യാറാക്കിയ പ്രാഥമിക വിലയിരുത്തൽ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള തീരുമാനത്തിൽ PBയിലുണ്ടായ എതിർപ്പ് കേന്ദ്ര കമ്മിറ്റിയിലും ചർച്ചയ്ക്ക് വരും. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോയാൽ നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയതിൽ വ്യത്യസ്ത പ്രതിഷേധം. കലൂരിൽ സ്വകാര്യ വ്യക്തി കാനയ്ക്ക് മുകളിൽ കയ്യേറ്റം നടത്തിയതിൽ മുടിമുറിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. കലൂർ സീനത്തോട് മേലിങ്കത്ത് ലൈനിലാണ് ജനകീയ പ്രതിഷേധം അരങ്ങേറിയത്. മഴക്കാലം തുടങ്ങിയാൽ കലൂരിലെ പല വീടുകളും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ ഭാഗമായി പലയിടത്തും കാനകൾ വൃത്തിയാക്കുകയും ആഴം കൂട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതിയുടെ ഇടപെടലോടെ കാന പണിഞ്ഞ സ്ഥലത്ത് സ്വകാര്യ വ്യക്തി കയ്യേറിയെന്നാരോപിച്ചാണ് ജനകീയ സമിതി പ്രതിഷേധമുയർത്തിയത്. ഹാഫ് ആൻ അവർ മഴ പെയ്താൽ തന്നെ നമ്മുടെ വീട്ടിലെല്ലാം വെള്ളം കയറും. ആ വീടുകളിലെല്ലാം വെള്ളം കയറുന്നതാണ്. അപ്പോൾ അവർക്ക് അത്രയും പൊക്കിയാണ് അവർ വീട് വെച്ചിരിക്കുന്നത് തന്നെ റീസെൻ്റ്ലി പണിതത്. പിന്നെ അവിടെ നിന്ന് അവർ ലാസ്റ്റ് ആ ഗ്രൗണ്ട് ഫ്ലോർ ഒന്ന് വാടകയ്ക്ക് പോലും അവർക്ക് കൊടുക്കാൻ പറ്റില്ല, അത്രയും വെള്ളം കയറുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലും ആ സ്റ്റെപ്പിൻ്റെ അവിടെ വരെ എപ്പോഴും ഒരു ഹാഫ് ആൻ അവർ മഴ പെയ്താൽ തന്നെ നമുക്ക് വെള്ളം കയറുന്ന സ്ഥലമാണ്. സാധാരണയായി ഓടകൾ ഇരിക്കുന്നത് പൊതുസ്ഥലമാണ്, അത് സർക്കാരിൻ്റേതാണ്, അത് കോർപ്പറേഷൻ്റെയാണ്. ഇത് ഒരു വ്യക്തി പൊതുസ്ഥലം കയ്യേറിയിരിക്കുകയാണ്. ഈ വിഷയമുയർത്തി ചോദ്യം ചെയ്ത നാട്ടുകാരെ തൊഴിൽ പരാമർശിച്ച വ്യക്തിയാധിക്ഷേപം നടത്തിയെന്ന് ആരോപിച്ചാണ് വ്യത്യസ്തമായ സമരം പരീക്ഷിച്ചത്. കോടതിയിൽ സീനത്തോട് ഇത് ഇയാളുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ വെച്ച് കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വെള്ളക്കെട്ട് മൂലം ഇവിടെ രൂക്ഷമായിട്ടാണ് നമ്മൾ പരാതി കൊടുക്കുന്നത്, ഇത് പൊളിക്കണത്. 1 വർഷം കൊണ്ട് പൊളിച്ച സാധനമാണ്. പിന്നെയും വീണ്ടും 1 വർഷത്തിനകം മെയിൻ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇതും ഇവിടെ നിന്ന് നിർമ്മാണം നീക്കം ചെയ്യണം ഇവിടെ നിന്ന്. അതുകൊണ്ട് ഞങ്ങൾ മുടിവെട്ടി പ്രതിഷേധിക്കുകയാണ്. നമ്മുടെ തൊഴിലിനെ വരെ ഞങ്ങൾ ഹെയർ കട്ടിങ് സലൂൺ നടത്തുന്ന ആളാണ്. അപ്പോൾ ബാർബറിൻ്റെ പണി നോക്കി പോയി ചെയ്യുമെന്നും പറഞ്ഞിട്ടാണ് അയാൾ നമ്മളെ അധിക്ഷേപിച്ചത്. നമ്മൾ സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാനുള്ളൊരു തൊഴിൽ ചെയ്യണം, നമ്മൾ മാന്യമായിട്ട് ചെയ്യുന്ന ഒരു തൊഴിലാണ്. അതിന് വരെ അധിക്ഷേപിച്ചുള്ള ഒരു എഞ്ചിനീയറും ആർക്കിടെക്റ്റും ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ സമൂഹത്തിന് തെറ്റായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് കൊടുക്കുന്നത്. മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശത്തെ കാനയ്ക്ക് മുകളിൽ മതിൽ പണിതാൽ വെള്ളം എങ്ങനെ ഒഴുകിപ്പോകുമെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ഇനി ബിസിനസ് വാർത്തയിലേക്ക് പോയാൽ വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് അമൃത ന്യൂസിനൊപ്പം ചേരുകയാണ്. ദിലീപ്, ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ നേട്ടത്തിലാണ് വ്യാപാരം ആരംഭിച്ചത്. ഇന്നിപ്പോൾ എങ്ങനെയായിരിക്കും വ്യാപാരം ആരംഭിക്കുക എന്ന് മനസ്സിലാക്കുന്നത്?
ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇന്നലെയും വിപണി നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. US-ഉം ഇറാനും തമ്മിലുള്ള സമാധാന കരാർ ഉടൻ നിലവിൽ വന്നേക്കും എന്നുള്ള പ്രതീക്ഷ വിപണിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഊഹാപോഹങ്ങൾക്കിടെയാണ് ഇന്നലെ അവസാന മണിക്കൂറിൽ ഒരു തിരിച്ചുകയറ്റം പ്രകടമായത്. അതിവിൽപ്പനയിലായിരുന്ന പല ഓഹരികളിലും നിക്ഷേപകർ തിരിച്ചു വാങ്ങിക്കാൻ തിടുക്കം കാണിച്ചപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം വിപണിയിൽ ഒരു തിരിച്ചുകയറ്റം സാധ്യമാവുകയായിരുന്നു. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ തുടരാമെങ്കിലും വിപണിയിൽ ഒരു നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളെ സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് സൂചിക ഇന്നലെ മെച്ചപ്പെട്ട രീതിയിലാണ് അവസാനിപ്പിച്ചത്. അത് കാണിക്കുന്നത് വിപണിയിൽ ഇനി ഒരു ആകാംക്ഷയ്ക്ക് അല്ലെങ്കിൽ ആശങ്കയ്ക്ക് ഒരു നേരിയ തോതിലെങ്കിലും കുറവ് വന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങൾക്കിടെ ആഗോള വിപണികളിൽ അത്രയൊന്നും വിൽപ്പന ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും നമ്മുടെ വിപണിയിൽ ഉണ്ടായ വിൽപ്പനയും ഒപ്പം തന്നെ ചെറുകിട മധ്യനിര ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള വിൽപ്പനയുമെല്ലാം കാണിക്കുന്നത് വരും ദിവസങ്ങളിൽ ആ ആശങ്ക നിലനിന്നിരുന്നു എന്നാണ്. എന്നാൽ ഇതിപ്പോൾ അത് ഏതാണ്ട് മാറിയ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു താല്പര്യം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്യും. ഈ ആഴ്ച ഒരു ദിവസം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നെങ്കിൽ കൂടിയും തുടർന്നുള്ള ദിവസങ്ങളിൽ അവർ വിൽപ്പനയിലായിരുന്നു. ഇന്നലെയും അവർ വിപണിയിൽ വിൽപ്പനയിലായിരുന്നു. അവരുടെ നിലപാടുകളും ഒരു പരിധിവരെ വിപണിയുടെ നീക്കത്തിൽ നിർണായകമായിരിക്കും. എന്തായാലും ഇന്നും വിപണി നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. ഇന്നും നേട്ടത്തിലായിരിക്കും വിപണി ആരംഭിക്കുക എന്നതാണ് ഓഹരി വിദഗ്ധൻ കെ ദിലീപ് പങ്കുവയ്ക്കുന്നത്. വേനൽക്കാലത്ത് കുപ്പിവെള്ള കമ്പനികൾ കൂണുപോലെ നാട്ടിൽ മുളച്ചു പൊന്തുകയാണ്. വെള്ളത്തിന്റെ ഗുണനിലവാരം പോലും നോക്കാതെ പലരും ആ കുപ്പിവെള്ളം വാങ്ങാറുമുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ വിപണിയിലെത്തിച്ച ഹില്ലി അക്വ കുപ്പിവെള്ളം മിതമായ വില കൊണ്ടും ഗുണനിലവാരം കൊണ്ടും ജനങ്ങൾക്ക് പ്രിയങ്കരമാണ്. ഈ വേനൽക്കാലത്ത് റെക്കോർഡ് വിൽപ്പനയാണ് ഹില്ലി അക്വയ്ക്ക് ഉണ്ടായത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ജലസേചന മന്ത്രിയായിരുന്ന PJ ജോസഫിന്റെ ആശയമായിരുന്നു സർക്കാർ ബ്രാൻഡ് കുപ്പിവെള്ളം. ഇടുക്കി മലനിരകളിൽ നിന്ന് ഊർന്നിറങ്ങിയ ഈ തെളിനീരിന് ഹില്ലി അക്വ എന്ന് പേരുമിട്ടു. 11 വർഷം കൊണ്ട് ഹില്ലി അക്വയുടെ വിൽപ്പന കടൽ കടന്ന് മുന്നേറുകയാണ്. മലങ്കര ഡാമിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് തൊടുപുഴ പ്ലാന്റിലെ ഉൽപ്പാദനം. ദിവസേന 50,000 ബോട്ടിലുകളാണ് തയ്യാറാകുന്നത്. എല്ലാ ഗുണനിലവാര പരിശോധനകളും പൂർത്തിയാക്കിയാണ് ഹില്ലി അക്വ വിപണിയിലെത്തുന്നത്. മറ്റു കുപ്പിവെള്ളങ്ങൾക്ക് 20 രൂപ വരെ ഈടാക്കുമ്പോൾ വെറും 10 രൂപയ്ക്കാണ് ഫാക്ടറി ഔട്ട്ലെറ്റുകളിൽ ഹില്ലി അക്വയുടെ വിൽപ്പന. റേഷൻ കടകൾ വഴിയും ത്രിവേണി കൺസ്യൂമർ ഫെഡ് മാർക്കറ്റുകളിലൂടെയുമെല്ലാം ഇതേ വിലയ്ക്ക് വിൽപ്പന നടത്തുന്നു. റീഫിൽ ചെയ്ത ക്യാനുകൾക്ക് 30 രൂപ മാത്രമാണ് ഈടാക്കുക. ഈ വേനൽക്കാലത്തേക്ക് ആണെങ്കിൽ നല്ലൊരു സെയിലാണ് കമ്പനിക്കുണ്ടായത്. നമ്മളിപ്പോഴും അടിയുറച്ച് വെക്കുന്നത് ഏറ്റവും മികച്ച ഗുണനിലവാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആളുകൾക്ക് ഏറ്റവും ശുദ്ധമായ കുപ്പിവെള്ളം എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഹില്ലി അക്വയിൽ നേട്ടം. തുച്ഛമായ വിലയിൽ ലഭിക്കുന്ന മെച്ചപ്പെട്ട കുടിവെള്ളമായ ഹില്ലി അക്വ ഈ വേനൽക്കാലത്ത് സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമാണ് നൽകിയത്. അമൃത ന്യൂസ്, ഇടുക്കി. ആന്റണി വർഗീസ് പെപ്പെ നായകനായി എത്തുന്ന ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രം കാട്ടാളൻ മെയ് 28-ന് തിയേറ്ററുകളിലെത്തും. ആനക്കൊമ്പ് കള്ളക്കടത്തും പ്രതികാരവുമാണ് ചിത്രത്തിന്റെ പ്രമേയം. കാട്ടാളൻ പ്രേക്ഷകർക്ക് ദൃശ്യവിരുന്നായിരിക്കുമെന്ന് അണിയറ പ്രവർത്തകർ കോഴിക്കോട് നടന്ന പരിപാടിയിൽ പറഞ്ഞു. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ആന്റണി വർഗീസ് പെപ്പെ, ദുഷാര വിജയൻ, സുനിൽ, കബീർ സിംഗ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന കാട്ടാളൻ ഈദിനുള്ള വിരുന്നായാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ആനക്കൊമ്പ് കള്ളക്കടത്താണ് ചിത്രത്തിന്റെ പശ്ചാത്തലം. ബാഹുബലി 2, ജവാൻ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ആക്ഷൻ ഒരുക്കിയ ലോകപ്രശസ്ത സ്റ്റണ്ട് മാസ്റ്റർ കെച്ച കെമ്പടിയാണ് ചിത്രത്തിന്റെ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. VFXന് പകരം യഥാർത്ഥ ആനയെ തന്നെ ഉപയോഗിച്ചാണ് ചിത്രത്തിലെ നിർണായക രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മാർക്കോയ്ക്ക് ശേഷം ആ ഒരു എനർജി, ആ ഒരു ഹൈ ഒക്ടേൻ തിയേറ്ററിൽ കീപ്പപ്പ് ചെയ്യണമെന്ന് ഷെരീഫ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് ഷെരീഫ് എന്നിലേക്ക് ഷെയർ ചെയ്തു. ഞാൻ അങ്ങനെ വർക്ക് ചെയ്തു. അപ്പോൾ ഫ്രം ദ റൂട്ട് എന്താ പറയുക, ഞാനൊരു സിനോപ്സിസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ മുതൽ ഞാനത് ഷെരീഫ്ക്കായിട്ട് ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓൾ ത്രൂ ഡിസ്കഷനിലാണ് ഈ സ്ക്രിപ്റ്റ് തന്നെ ഫോം ആയത്. പിന്നീട് മുന്നോട്ട് വരുമ്പോഴും ഞാൻ ഇതിനു മുമ്പുള്ള ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞു, കാരണം ഇതിലിപ്പോൾ എലഫൻസ് ആയിട്ടുള്ള സീക്വൻസസ്. ചിത്രം മലയാളത്തിലെ ഏറ്റവും മികച്ച ദൃശ്യവിസ്മയമാകുമെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. It's a good film with a lot of emotions. Anger is there, crying is there, and sentiments are there, and a good fight. You gave so much love to Cyrus, and
Eddie, my character name is Eddie. It is not less than Cyrus. You will love it. Every film is like my debut film, and of course Kartalin ஒரு massive filmல எனக்கு also ஒரு opportunity கொடுத்தது ரொம்ப thank you. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി കോഴിക്കോട് നടന്ന പരിപാടിയിൽ കബീർ സിംഗ്, സുനിൽ, ദുഷാര വിജയൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോഴിക്കോട്. മധ്യവേനൽ അവധിക്കാലമാണ്. എന്തായാലും അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്ന സഞ്ചാരികളുടെ തിരക്കാണ് തമിഴ്നാട്ടിലെ മുന്തിരിത്തോട്ടങ്ങളിൽ. ഇടുക്കിയുടെ അതിർത്തിയോട് ചേർന്നുള്ള കമ്പത്തെ തോട്ടങ്ങളാണ് സഞ്ചാരികളെ ഇങ്ങനെ ആകർഷിക്കുന്നത്. ഇടുക്കിയിൽ എത്തുന്ന സഞ്ചാരികൾ ഇവിടം കൂടി സന്ദർശിക്കാതെ മടങ്ങില്ല എന്നതാണ് പ്രത്യേകത. മധ്യവേനൽ അവധി ആഘോഷിക്കാൻ ഇടുക്കിയുടെ മല കയറുന്നവർക്ക് വ്യത്യസ്ത അനുഭവമാണ് തമിഴ്നാടൻ അതിർത്തി ഗ്രാമമായ കമ്പം സമ്മാനിക്കുന്നത്. കമ്പത്തെ മുന്തിരിപ്പാടം കാണാൻ ദിവസേന നൂറുകണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. കുടുംബവും കുട്ടികളുമായി എത്തുന്നവർ മണിക്കൂറുകൾ ചെലവഴിച്ചാണ് മടങ്ങുക. വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് 12 മാസവും വിളവ് ലഭിക്കുന്ന തരത്തിലാണ് ഇവിടെ മുന്തിരി കൃഷി. അതുകൊണ്ട് കാലാവസ്ഥ പ്രശ്നമല്ല. എപ്പോഴെത്തിയാലും സമൃദ്ധമായ മുന്തിരിപ്പാടം കാണാം. വരുന്ന സഞ്ചാരികളും ഏറെ സന്തോഷത്തിലാണ്. നല്ലൊരു വിഷ്വലാണ് ഇവിടെ ഉള്ളത്. കാണാനും നമ്മുടെ കുടുംബമായിട്ട് എല്ലാവർക്കും ഇവിടെ ഒന്ന് കണ്ടു കേട്ട് ഒരു ദിവസം ചിലവഴിച്ച് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. വളരെ സന്തോഷകരം. ഞങ്ങൾ വലിയ കാര്യം, ഞങ്ങളിപ്പോൾ നേരത്തെ വേളാങ്കണ്ണിക്ക് പോകണമെന്ന് ഓർത്ത് വന്നാൽ, പക്ഷേ എങ്കിലും ഞങ്ങൾ കുറേ നേരം കൂടെ ഇവിടെ സ്റ്റേ ചെയ്ത് ശരിക്കും കണ്ടിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. എല്ലാവരും വന്ന് കാണണം എന്നാണ് പറയാനുള്ളത്. ഞാനും മുന്തിയൊക്കെ കണ്ട്, എന്നിട്ട് തന്നെ അച്ഛന് അമ്മ ഫോട്ടോ എടുത്തു. ഇപ്പോൾ ഓക്കെ ആയി. മുന്തിരിപ്പാടം കാണാൻ എത്തുന്നവർക്ക് ഇവിടെ നിന്ന് മുന്തിരി വാങ്ങുകയും ചെയ്യാം. കൂടാതെ മുന്തിരി ജ്യൂസും വൈനും അടക്കമുള്ള ഉൽപ്പന്നങ്ങളും ഇവിടെയുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കായുള്ള പാർക്കും ഒരുങ്ങിക്കഴിഞ്ഞു. മുന്തിരിപ്പാടവും സാഹസിക വിനോദങ്ങളും ആസ്വദിക്കാൻ തമിഴ്നാട്ടിലേക്ക് എത്തുന്നവരിൽ ഭൂരിഭാഗവും മലയാളികളാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച ചർച്ച ചെയ്യാൻ പാർലമെന്ററി സമിതി ഇന്ന് യോഗം ചേരും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനുണ്ട്. ജിഷ്ണു, ഈ നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച വലിയ തരത്തിൽ ചർച്ചാ വിഷയമായതാണ്. രാഹുൽ ഗാന്ധി, അതായത് പ്രതിപക്ഷമൊക്കെ ഇതിനെ വലിയ തരത്തിൽ വിമർശിച്ചതാണ്. ഓരോ ആളുകളും ഓരോ ദിവസം ഇങ്ങനെ പിടിയിലാകുന്നും ഉണ്ട്. വിദ്യാർത്ഥികളെ ഏറെ ബുദ്ധിമുട്ടിച്ചതാണ്. ഇന്നിപ്പോൾ യോഗമൊക്കെ ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എന്താണ്? അശ്വതി, ഇന്ന് ചേർന്ന പാർലമെന്റിന്റെ വിദ്യാഭ്യാസകാര്യ സമിതി നീറ്റ് UG പരീക്ഷയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ, അതിന്റെ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ചുള്ള വിഷയങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരോട് സമിതിക്ക് മുൻപിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശദീകരണം എന്താകും എന്നുള്ളത് ഏറെ നിർണായകമാകും. ഈ വിഷയത്തെ ഏറെ ഗൗരവത്തോടു കൂടിയായിരുന്നു കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർലമെന്റിന്റെ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തന്നെ ഇക്കാര്യം നേരിട്ട് വിശദമായി ചർച്ച ചെയ്യുകയും ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിക്കൊണ്ട് വിശദീകരണം തേടുകയും ചെയ്യുന്നത്. നീറ്റ് പരീക്ഷയിൽ ഉണ്ടായിട്ടുള്ള ക്രമക്കേടിൽ ഇതിനോടകം വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് CBI അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. 10-ലധികം പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പേരെ ഇപ്പോഴും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പരിശോധനയിൽ തന്നെ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ലഭിച്ചിരുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ചിലർ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രമക്കേട് നടന്നത് എന്ന നിഗമനം CBIക്കുണ്ട്. അത് സംബന്ധിച്ച് കൃത്യമായ നിരീക്ഷണം നടക്കുന്നു. അപ്പം കേരളത്തിലേക്കും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവും അതിന്റെ നിരീക്ഷണവും കേന്ദ്ര ഏജൻസികൾ നടത്തുന്നുണ്ട്. കേരളത്തിൽ MBBSന് പഠിക്കുന്ന രാജസ്ഥാൻ സ്വദേശിയിൽ നിന്ന് ഇത്തരത്തിൽ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട ചോർച്ചയുണ്ടായി. ആ ചോദ്യപേപ്പർ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം മുൻപോട്ട് പോവുകയാണ്. ഒപ്പം ക്രമക്കേടിനെ തുടർന്ന് റദ്ദാക്കിയിട്ടുള്ള പരീക്ഷ ജൂൺ മാസം 21 നടത്താനാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അതിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ തുടർച്ചയായിട്ടുള്ള അവലോകന യോഗങ്ങൾ ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. അതിന് പിറകെ കേന്ദ്ര രഹസ്യാന്വേഷണ സുരക്ഷാ ഏജൻസികളുമായി വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് യോഗം ചേർന്നു. പരീക്ഷയുടെ സുതാര്യതയും സുരക്ഷയും ഒരുപോലെ ഉറപ്പാക്കണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി സുരക്ഷാ ഏജൻസികളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൂടാതെ സമൂഹ മാധ്യമങ്ങളിലെ പ്രതിനിധികളുമായി മെറ്റ, ഗൂഗിൾ ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളുടെ പ്രതിനിധികളുമായും വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ ടെലിഗ്രാം ചാനൽ വഴി ഇത്തരത്തിലുള്ള
ചോദ്യപേപ്പറുകളുടെ പകർപ്പ് പ്രചരിപ്പിക്കുന്നത് തടയാനും വ്യാജ ഉള്ളടക്കം ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വ്യാജ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാനുമുള്ള നടപടികൾ ഉണ്ടാക്കണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടപടി കടുപ്പിക്കുന്നതോടൊപ്പം തന്നെ പുനഃപരീക്ഷ കുറ്റമറ്റതായി നടക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും മുൻപോട്ട് പോവുകയാണ്. അശ്വതി. ശരി ജിഷ്ണു. കൊല്ലം ഇരവിപുരം മണ്ഡലത്തിലെ RSPയുടെ അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇടതുകോട്ടയായി അറിയപ്പെട്ട മണ്ഡലത്തിൽ നിന്നും 8803 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നേടിയ വിജയം രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചന കൂടിയായി. രാഷ്ട്രീയം ജീവശ്വാസമായി കണ്ട അച്ഛന് സ്വന്തമാക്കാൻ കഴിയാതിരുന്നത് മകനിലൂടെ യാഥാർത്ഥ്യമായപ്പോൾ കുടുംബത്തിന്റെ സന്തോഷം ഇരട്ടിയാണ്. ഭർത്താവിന്റെ വിജയത്തിലൂടെ ദീർഘകാലം രാഷ്ട്രീയ സ്വപ്നം സഫലമായതിന്റെ അഭിമാനത്തിലാണ് ഭാര്യയും. വർഷങ്ങളായുള്ള രാഷ്ട്രീയ പ്രവർത്തനവും ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവും തന്നെയാണ് ഈ വിജയത്തിന് അടിത്തറയായതെന്ന് അഡ്വക്കേറ്റ് വിഷ്ണു മോഹന്റെ കുടുംബം പറയും. ഇരവിപുരം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി RSPയുടെ വിഷ്ണുമോഹൻ ജയിച്ചപ്പോൾ അത് രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ്. 8803 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നേടിയ ഈ വിജയത്തിനു പിന്നിൽ കുടുംബത്തിന്റെ പിന്തുണയും പ്രാർത്ഥനകളും എത്രത്തോളം ഉണ്ടെന്നറിയാൻ വിഷ്ണുമോഹനും കുടുംബവുമാണ് ഇന്ന് അമൃത ന്യൂസിനൊപ്പം ചേരുന്നത്. നമസ്കാരം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു ഈ വിജയത്തിന്റെ ആ ഒരു ത്രില്ല്? വിജയം നല്ല ത്രില്ലിലായിരുന്നു. വിജയം നമ്മളെല്ലാം ആഘോഷിച്ചത് ആ ആവേശത്തിൽ തന്നെയായിരുന്നു എല്ലാവരും. നമ്മുടെ മുന്നണി പ്രവർത്തകരും നമ്മുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സഹപാഠികളും എല്ലാവരും. അതിനൊക്കെ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു വലിയ ത്രില്ല് അക്കാര്യത്തിലുണ്ടായിരുന്നു. തീർച്ചയായും. ഇത് ഡോക്ടർ വാണി ആർ പിള്ള ഇവിടെ തെക്കുംഭാഗം സ്വദേശിയാണ്. ഇദ്ദേഹം എൻ്റെ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറിയുടെ മകൾ കൂടിയാണ്. ഞാൻ RYFൻ്റെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കും, ചവറ നിയോജക മണ്ഡലം സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴും പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായ R നാരായണപിള്ള അദ്ദേഹത്തിൻ്റെ മകളാണ്. പാർട്ടി കുടുംബമാണ്, RSP കുടുംബമാണ്. അമ്മയും അച്ഛൻ്റെയും വിവാഹം നടന്നത് പാർട്ടി തരത്തിലുള്ള എന്ന് വെച്ചാൽ അച്ഛൻ ഞങ്ങളുടെ യുവജന സംഘം അന്നത്തെ PYF RYFൻ്റെ ആദ്യ രൂപമായ PYFൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ സഹോദരൻ ലോക്കൽ കമ്മിറ്റി പ്രസിഡൻ്റ് ആയിരുന്നു. ആ സമയത്ത് അവർ തമ്മിലുള്ള സൗഹൃദവും കൂടിയാണ് ഈ വിവാഹത്തിന് ഒരു കാരണമായി വരുന്നത്. അപ്പോൾ അച്ഛൻ്റെ കുടുംബവും അമ്മയുടെ കുടുംബവും പാർട്ടി RSP കുടുംബം ആണ്. വളരെ സന്തോഷം. കാര്യം ഒരു പാർട്ടി കുടുംബത്തെ ഒന്നടങ്കം കാണുകയാണ് അല്ലേ? അതെ അതെ. ഇവരെല്ലാം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇവിടെ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെക്കാൾ കൂടുതൽ അവർ പ്രവർത്തിച്ചത് നമ്മൾ വോട്ട് ചെയ്യുന്ന ചവറ നിയോജക മണ്ഡലത്തിൽ എൻ്റെ വീട് തന്നെയായിരുന്നു ബൂത്ത് കമ്മിറ്റി ഓഫീസ്. ഈ തെരഞ്ഞെടുപ്പിലല്ല, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ വീടാണ് ബൂത്ത് കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കാറുള്ളത്. ഭാര്യയോടൊരു ചോദ്യം, സത്യം പറഞ്ഞാൽ ഞെട്ടിയോ വിജയിച്ചപ്പം? ഞെട്ടി. ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. കാര്യം പുള്ളി അർഹിച്ചൊരു വിജയമായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലോട്ട് വന്ന ഒരാളല്ലല്ലോ. അപ്പം കുറേ സമരത്തിലും അടി കൊണ്ട് സമരം ചെയ്ത് അങ്ങനെ വന്ന ഒരാളാണ്. അപ്പം തീർച്ചയായിട്ടും അർഹിച്ചൊരു വിജയം. പിന്നെ ഇതിനെല്ലാം പുറമെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്നാണ് ഞാൻ കരുതുന്നത്. രാഷ്ട്രീയത്തിന്റെ തിരക്കുകളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതിപ്പം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് തുടങ്ങി വന്ന ഒരു വ്യക്തി കൂടി ആവുമ്പം അവിടെ നിന്ന് ഇങ്ങനെ പടിപടിയായി ഉയർന്നു വന്നപ്പോൾ ഇനിയിപ്പോൾ MLA കൂടിയായി, തിരക്കുകൾ ഒരുപാടുണ്ടാവും. ഈ തിരക്കുകൾക്കിടയിൽ ഭാര്യ എന്ന നിലയിൽ എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ? ആ തിരക്ക് അങ്ങനെയല്ല. ഞാൻ ഇപ്പം നേരത്തെ പുള്ളി പറഞ്ഞ പോലെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ രാഷ്ട്രീയം കാണുന്ന ആളാണ്. എൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിലും സജീവ രാഷ്ട്രീയത്തിലുണ്ട്. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് റെഡിയായി നിൽക്കുമ്പോഴായിരിക്കും അച്ഛൻ പറയുന്നത്, അയ്യോ ഷിബു സാറ് വിളിക്കുന്നു, എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് പോകണം. അപ്പം അതിനോട് യൂസ്ഡ് ആയതുകൊണ്ട് എനിക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ഇവിടെയും അത് തന്നെ, അതിനകത്ത് മാറ്റമൊന്നുമില്ല. നമ്മൾ റെഡിയായി മോളെയൊക്കെ റെഡിയാക്കി നിൽക്കുമ്പോഴായിരിക്കും എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് വേറെ എവിടെയെങ്കിലും പോകണം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ഞാൻ അതിനോട് യൂസ്ഡായി. പിന്നെ എനിക്ക് നേരത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്യത്തില്ലായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് ഞാൻ സ്വന്തമായിട്ട് ഡ്രൈവും കൂടെ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. അതെ 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 എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കുടുംബത്തുണ്ടായിരുന്ന നേട്ടം. ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകാൻ ഡ്രൈവ് നേരത്തെ ലൈസൻസ് ഉണ്ടായിരുന്നു, വിവാഹത്തിന് മുമ്പേ ലൈസൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കൂടെ ആരും ഇരുന്നില്ലെങ്കിൽ ഡ്രൈവ് ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്ക് നമ്മളില്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ ശീലിച്ചു. അത് നമുക്കിപ്പോൾ നാടിനെ നയിക്കാൻ വിഷ്ണു തയ്യാറെടുത്തപ്പോൾ വീടിനെ നയിക്കാൻ ഭാര്യ തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല, നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വളരെ പെട്ടെന്നാണ് മകൻ സ്ഥാനാർത്ഥിയാവുന്നത്. വളരെ പെട്ടെന്ന് അവിചാരിതമായി പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ? ഞങ്ങളും പ്രതീക്ഷിക്കാതെ വന്ന ചാൻസ് ആയത്. അങ്ങനെ സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ ചില പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിലൊക്കെ കേട്ടപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നിയില്ല? ഇങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ഇടയിലാണ് മകൻ സ്ഥാനാർത്ഥിയാവുന്നത്, ഇനി വിജയിക്കുമോ അങ്ങനെയൊക്കെയുള്ള ആശങ്ക ഉണ്ടായിരുന്നു? അമ്മ എങ്ങനെയായിരുന്നു ഇത് കണ്ടത്, ഈ ഇങ്ങനെ ഒരു വാർത്ത? അതായത് സ്ഥാനാർത്ഥിയാണ് എന്ന് കേട്ടല്ലോ, അപ്പോൾ അമ്മയ്ക്ക് എന്താ തോന്നിയത്? സന്തോഷം തോന്നി. എൻ്റെ മോൻ ജയിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.
തീർച്ചയായും ഇരവിപുരത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ പ്രതീക്ഷകളുടെ ഒരു വാതിൽ തുറന്നിരിക്കുകയാണ് അഡ്വക്കേറ്റ് വിഷ്ണുമോഹൻ്റെ ഈ വിജയം. ഒപ്പം കുടുംബത്തിൻ്റെ പിന്തുണയും ജനങ്ങളുടെ വിശ്വാസവും ഒക്കെയാണ് ഈ വിജയത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ ശക്തി. ഈ ശക്തിക്കനുസരിച്ച് വിഷ്ണുമോഹൻ ഇനി MLA ആയി എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ ജനകീയനാകും എന്നതാണ് ഇനി ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. കാത്തിരിപ്പിനൊടുവിൽ ദൃശ്യം 3 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. മോഹൻലാലിൻ്റെ ജന്മദിനത്തിൽ തന്നെയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്നതാണ് മറ്റൊരു കൗതുകം. കൊച്ചി കവിതാ തിയേറ്ററുകളിൽ സിനിമ കാണാൻ മോഹൻലാൽ എത്തും എന്നതാണ് മനസ്സിലാകുന്നത്. കൊച്ചിയിൽ നിന്നും അശ്വതിയുണ്ട്. അശ്വതി, നമുക്കറിയാം ഈ ദൃശ്യം 2 കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടൊരു കാത്തിരിപ്പായിരുന്നു ദൃശ്യം 3ക്കായി. ഇന്നിപ്പോൾ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. എന്തായാലും ആരാധകർ ഒക്കെ ആവേശത്തിലാണ്. മോഹൻലാൽ തന്നെ നേരിട്ട് കൊച്ചി കവിതാ തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അശ്വതി ഇവിടെ എത്തിയിരിക്കുകയാണ്. ലാലേട്ടൻ ഇവിടെ കവിതാ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ തന്നെയാണ് ദൃശ്യം 3 റിലീസാകുന്നത്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇവിടെ കവിതാ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫാൻസിനൊപ്പം തന്നെ അദ്ദേഹം ആദ്യ ഷോ കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിരവധി ആരാധകർ ഈ ചിത്രം ിന് വേണ്ടിയിട്ട് ഇവിടേക്കുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞു അത് നമുക്ക് വ്യക്തമാകുന്നില്ല. ഇവിടെ ഒരു വലിയ ആൾക്കൂട്ടമാണ്. ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ ആളുകൾ എല്ലാവരും തന്നെ വലിയ ആവേശത്തിലാണ്. ഫാൻസ് എല്ലാവരും തന്നെ അല്പസമയത്തിനകം തന്നെ ലാലേട്ടനോടൊപ്പം തന്നെ മോഹൻലാലിനോടൊപ്പം തന്നെ ഈ ചിത്രം കാണുന്നതിനുള്ള ഒരു സൗകര്യം ഇവർക്ക് ഉണ്ട്. ഇവിടെ ആദ്യ ഷോ കാണുന്നതിന് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നു. എന്തായിരിക്കും ജോർജ് കുട്ടി ഇതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, എങ്ങനെയായിരിക്കും ഈ ഫ്രാഞ്ചൈസിയുടെ 3ാമത്തെ ചിത്രം പോകുന്നത് എന്നതാണ് നമുക്ക് അറിയാനുള്ളത്. അല്പസമയത്തിനകം തന്നെ അത് അറിയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിനോടൊപ്പം ആരൊക്കെയാണ് ഇവിടെ ചിത്രം കാണുന്നതിന് വേണ്ടി എത്തുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ അറിയില്ല. എന്തായാലും അല്പസമയത്തിനകം തന്നെ എല്ലാവരും മോഹൻലാൽ ആരാധകരെല്ലാവരും തന്നെ ഈ ചിത്രം കാണുന്നതിന് വേണ്ടി എല്ലാം ഇവിടേക്ക് എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവിടെ വലിയ ആവേശത്തിലാണ്. ഇവിടെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നു. അപ്പോൾ തന്നെ ഇവിടെ ചെണ്ടവാദ്യം ഒക്കെയുണ്ട്. അത്രയും ആഘോഷമായിട്ടാണ് ഈ ദൃശ്യം 3യെ ജനങ്ങൾ വരവേൽക്കുന്നത്. വലിയൊരു തിരക്ക് കവിതാ തിയേറ്ററിൽ ഉണ്ട്. നമുക്കറിയാം വലിയ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെയുള്ള തിയേറ്ററാണ്. എന്തായാലും ഇവിടെ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഓക്കെ, എന്തായാലും ഇവിടെ ആളുകൾ എല്ലാവരും തന്നെ തിയേറ്ററിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ആളുകൾ ആരാധകർ ഒക്കെ കുറവാണ്. എങ്കിൽ പോലും നമുക്ക് ഇവിടെയുള്ള ആളുകളോട് നമുക്ക് ചോദിക്കാമെന്ന് തോന്നുന്നു. മോഹൻലാലിനൊപ്പം ആരൊക്കെ ഇവിടെ ചിത്രം കാണാനായിട്ട് എത്തും എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല. എന്തായാലും ഇവിടെ നമുക്ക് പ്രത്യേകമായി അറേഞ്ച്മെന്റ്സ് മാധ്യമപ്രവർത്തകർക്ക് അവർ അടുത്ത് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് കണ്ടിട്ട് പറയാം. അതായിരിക്കും എക്സ്പെക്ടേഷൻ ഇല്ലാതെ കണ്ടിട്ട് പറയാം. പറഞ്ഞാണ്ട് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. വളരെ പ്രതീക്ഷയോടെ വന്നേക്കുന്നത്. നോക്കാം, എന്തായാലും കണ്ടിട്ട് പറയാം. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ആരാധകരെല്ലാവരും തന്നെ. മലയാളം കര മൊത്തം കേരളത്തിലെ ആളുകൾ എല്ലാവരും തന്നെ വലിയ ഒരു ആകാംക്ഷയിലും ഒക്കെ തന്നെയാണ്. മാത്രമല്ല ഇതിന്റെ ഒരു ഇതുവരെയുള്ള പ്രീ ബുക്കിംഗ് എന്ന് പറയുന്നത് റെക്കോർഡിലേക്കാണ് പോകുന്നത്. 25 കോടിയുടെ പ്രീ ബുക്കിംഗ് നടന്നിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗിക കണക്ക് നമുക്ക് മനസ്സിലാകുന്നത്. ഇത്ര വലിയ ഒരു ആഘോഷമായിട്ടാണ് ദൃശ്യം 3 ആളുകൾ വരവേൽക്കുന്നത്. ഇതാ ഒരു ലാലേട്ടൻ ഫാൻ ഇവിടെയുണ്ട്. എന്റെ പേര് പോണി, പനമ്പള്ളിയാറില്ല വീട്, ഇവിടെ തന്നെയുള്ള ആളാണ്. ഞാൻ ഇന്നിപ്പോ ലാലേട്ടന്റെ പിറന്നാളായതുകൊണ്ട് എന്റെ വക ഒരു പിറന്നാൾ സമ്മാനം ഇരിക്കട്ടെ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. മോഹൻലാലിന്റെ പിറന്നാൾ കൂടിയാണ് ഇന്ന്. പിറന്നാൾ ദിനമാണ് ഇന്ന്. അതിന്റെ ആവേശത്തിൽ തന്നെ ആരാധകരുണ്ട്. മോഹൻലാലിന്റെ കൂടെ തന്നെ ഇരുന്ന സിനിമ കാണുമ്പോൾ അതിന്റെ ഒരു ആവേശം പ്രത്യേകമായുണ്ട്. മോഹൻലാലിന്റെ
ജന്മദിനത്തിൽ തന്നെ ഈ സിനിമ കാണുന്നു. അതിൻ്റെ ഒരു ആവേശം വേറെയുണ്ട്. എന്തായാലും വലിയ ആകാംക്ഷയിലൊക്കെ തന്നെ ദൃശ്യം 3 കാണുന്നതിന് വേണ്ടി ആളുകൾ തിയേറ്ററിലേക്ക് കയറുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ എങ്ങനെയുണ്ട് ചിത്രമെന്നും മനസ്സിലാക്കും. ശരി അശ്വതി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ വലിയ ആവേശത്തിലാണ്, പ്രതീക്ഷയിലാണ്, കാത്തിരിപ്പിലാണ് എന്തായാലും പ്രേക്ഷകർ എന്നുള്ളതാണ്. എന്തായാലും ദൃശ്യം 3 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. മോഹൻലാലിൻ്റെ ജന്മദിനം കൂടിയാണ്. മോഹൻലാൽ തന്നെ നേരിട്ട് കൊച്ചി കവിതാ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ഈ സിനിമ കാണാൻ എന്നുള്ളതാണ്. നമ്മൾ പ്രേക്ഷകരോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആരാധകരോട് ചോദിക്കുമ്പോൾ ദൃശ്യം 3 കണ്ടതിന് ശേഷം അഭിപ്രായം പറയാം എന്നതാണ് നമ്മളോട് വ്യക്തമാക്കിയത്. എന്തായാലും വിവരങ്ങളാണ് തത്സമയം അശ്വതി നൽകിയത്. ആയിരങ്ങളെ ഭക്തിയിൽ ആറാടിച്ച് തിരുവല്ല കാവുംഭാഗം ആനന്ദേശ്വരം വൈദ്യനാഥ ക്ഷേത്രത്തിൽ അമൃതസന്ധ്യ നടന്നു. ക്ഷേത്രത്തിലെ ഉപദേവത പ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ മാതാമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും അമൃത സർവകലാശാല അധ്യക്ഷനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. തിരുവല്ല പൗരാവലിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഭക്തി നിർഭരമായ സ്വീകരണമാണ് ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയത്. മധ്യ തിരുവിതാംകൂറിലെ ചിരപുരാതനമായ തിരുവല്ല കാവുംഭാഗം ആനന്ദേശ്വരം വൈദ്യനാഥ ക്ഷേത്രമുറ്റം ഭക്തിസാന്ദ്രമായി. താലപ്പൊലിയുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയോടെ ആവേശോജ്വലമായ സ്വീകരണമാണ് സ്വാമി അമൃത സ്വരൂപാനന്ദപുരിക്ക് തിരുവല്ല പൗരാവലി നൽകിയത്. ക്ഷേത്രമുറ്റത്ത് തടിച്ചുകൂടിയ ആയിരങ്ങളെ സാക്ഷിയാക്കി വാദ്യഘോഷങ്ങളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ പൂർണ്ണകുംഭം നൽകി ആചാരപ്രകാരമാണ് സ്വാമിയെ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വീകരിച്ചത്. അനുഗ്രഹ പ്രഭാഷണം ശ്രവിക്കാൻ വലിയ ജനസാഗരമാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. പലതരത്തിലുള്ള ആശങ്കകളും ഭീതിയും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ പ്രപഞ്ച നിയമങ്ങൾ നമ്മൾ അനുസരിക്കുക തന്നെ വേണമെന്ന് പൂജനീയ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു. പലതരത്തിലുള്ള ആശങ്കകളും ഭീതിയും നിറഞ്ഞ ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും ആരെയും മതിപ്പില്ല, ആരോടും ബഹുമാനമില്ല, ആരെയും ചതിക്കാനും വഞ്ചിക്കാനും മടിയില്ല. സ്നേഹം, വിശ്വാസം ഒക്കെ വെറും വാക്കിലും ബാഹ്യമായ പ്രകടനങ്ങളിലും ഒതുങ്ങുന്നു. കുടുംബ ബന്ധങ്ങൾക്ക് വിലയില്ല. യുവതലമുറയാകട്ടെ അവരെങ്ങോട്ട് പോകുന്നു എന്നൊരു നിശ്ചയവുമില്ല. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രത്യേകതകൾ. ഭക്തജനങ്ങളെ ഭക്തിയുടെ പരകോടിയിലെത്തിച്ച അനുഗ്രഹ പ്രഭാഷണത്തിന് ശേഷം സ്വാമി അമൃത സ്വരൂപാനന്ദപുരി നയിച്ച ഭക്തിഗാനാമൃതവും നടന്നു. ദേശനാഥനായ ആനന്ദേശ്വരത്തപ്പന്റെ സന്നിധിയിൽ നടന്നുവരുന്ന ക്ഷേത്ര പുനരുദ്ധാരണ മഹായജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് കൃഷ്ണശിലയിൽ ഉപദേവാലയങ്ങൾ പൂർത്തീകരിച്ചത്. സിദ്ധിവിനായകൻ, വൈദ്യശാസ്താവ്, രക്തേശ്വരി എന്നീ ഉപദേവതകളുടെ പ്രതിഷ്ഠാ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി 10 ദിവസം വിശേഷാൽ ഹോമങ്ങൾ, പൂജകൾ, നാരായണീയ പാരായണ യജ്ഞം, ലളിതാ സഹസ്രനാമയജ്ഞം, നാമസങ്കീർത്തനങ്ങൾ, കലാപരിപാടികൾ എന്നിവയും ക്ഷേത്രത്തിൽ നടക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. 59 വർഷത്തിനു ശേഷം തമിഴ്നാട്ടിൽ കോൺഗ്രസിന് മന്ത്രിമാർ പി വിശ്വനാഥൻ, രാജേഷ് കുമാർ എന്നിവർ ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. മേലൂരിൽ നിന്നും ജയിച്ച വിശ്വനാഥൻ തമിഴ്നാട്ടിൽ ജനറൽ സീറ്റിൽ വിജയിച്ച ഏക ദളിത് സ്ഥാനാർത്ഥിയാണ്. കിള്ളിയൂർ MLA ആയ രാജേഷ് കുമാർ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവാണ്. മന്ത്രിസഭാ വികസനത്തിലൂടെ വിജയ് സർക്കാരിൽ 20-ലധികം മന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് സൂചന. VCKയും മുസ്ലിം ലീഗും മന്ത്രിസഭയിൽ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതായും TVK അറിയിച്ചിട്ടുണ്ട്. IPL നോക്കിയാൽ IPLൽ പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. നിർണായക മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. 148 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ KKR 18.5 ഓവറിൽ വിജയലക്ഷ്യത്തിലെത്തി. മനീഷ് പാണ്ഡെ, റോമാൻ പവൽ എന്നിവരുടെ പ്രകടനമാണ് കൊൽക്കത്തയെ തുണച്ചത്. ജയത്തോടെ KKR പോയിന്റ് ടേബിളിൽ 6ാം സ്ഥാനത്താണ്. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.